ഹായ് ഹലോ 23/5/2026 കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ആരാണ്? ഡോക്ടർ രത്തൻ യു കേൽക്കർ. അദ്ദേഹം നേരത്തെ ആരായിരുന്നു? അദ്ദേഹം നേരത്തെ നമ്മുടെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ രത്തൻ യു കേൽക്കർ. അദ്ദേഹം നേരത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലുമുള്ള മയക്കുമരുന്ന് ശൃംഖലകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പ് ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന സംസ്ഥാനതല കർമ്മ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ, ദി നർക്കോ ഹണ്ട്. ഓപ്പറേഷൻ തൂഫാൻ, ദി നർക്കോ ഹണ്ട്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പുതുതായി രൂപീകരിച്ച UDF മന്ത്രിസഭയിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പ് കിട്ടിയത് ആർക്കാണ്? രമേശ് ചെന്നിത്തല. ഭാരതത്തിൻ്റെ സുരക്ഷാ പശ്ചാത്തലം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന ഏത് പുതിയ പദ്ധതിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചത്? സ്മാർട്ട് ബോർഡർ പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. 5ൻ്റെയും ആൻസറുകൾ വെച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന്. ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ രത്തൻ യു കേൽക്കർ ആണ്. അദ്ദേഹം ആരായിട്ടാണ് നിയമിതനായത്? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായി. ദെൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഡോക്ടർ രത്തൻ യു കേൽക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ്? ഡോക്ടർ രത്തൻ യു കേൽക്കർ നേരത്തെ ആരായിരുന്നു? നമ്മുടെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തിനെക്കുറിച്ചാണ്? ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. നർക്കോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെന്ത് പദ്ധതിയാണ്? കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും മയക്കുമരുന്ന് ശൃംഖലകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പ് ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന പുതിയ സംസ്ഥാനതല കർമ്മ പദ്ധതിയാണേത്? തൂഫാൻ ദ നർക്കോ ഹണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? രമേശ് ചെന്നിത്തല. ആൻസർ വെച്ച് ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. രമേശ് ചെന്നിത്തല ആരായിട്ട് നിയമിതനായി? നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി നിയമിതനായി. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്മാർട്ട് ബോർഡർ പ്രോജക്റ്റ്. അതെന്ത് പദ്ധതിയാണ്? ആര് പ്രഖ്യാപിച്ചതാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭാരതത്തിൻ്റെ സുരക്ഷാ പശ്ചാത്തലം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ബോർഡർ പ്രോജക്റ്റ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ, 5 കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2026 മെയ് 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപകമായി ഉദ്ഘാടനം ചെയ്ത 19ാമത് റോസ്ഗാർ മേള വഴി എത്ര യുവജനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തത്? 51,000-ത്തിലധികം പേർക്ക്. റോസ്ഗാർ മേള വഴി എത്ര യുവജനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തത്? 51,000-ത്തിലധികം. ദെൻ 7th ക്വസ്റ്റ്യൻ നോക്കുക. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി 2026 മെയ് 23 ഇന്ത്യയിലെത്തിയ പുതിയ US വിദേശകാര്യ സെക്രട്ടറി, അതായത് US-ൻ്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? മാർക്കോ റൂബിയോ. US-ൻ്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? മാർക്കോ റൂബിയോ. ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ അടുത്തിടെ ഏത് യൂറോപ്യൻ രാജ്യവുമായാണ് നയതന്ത്ര ബന്ധം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പദവിയിലേക്ക് ഉയർത്തിയത്? സൈപ്രസ്. യൂറോപ്യൻ രാജ്യമായ സൈപ്രസുമായിട്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പദവിയിലേക്ക് ഉയർത്തിയത്. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണശാല ഏതാണ്? ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്രയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. മഹാരാഷ്ട്രയിലെ ഷിർദിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ആ നിർമ്മാണശാലയുടെ പേരെന്താണ്? ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഏത് മാരക രോഗബാധയെ തുടർന്നാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഉച്ചകോടി താൽക്കാലികമായി മാറ്റിവെച്ചത്? ഏത് രോഗമാണ്? എബോള.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഏത് മാരക രോഗബാധയെ തുടർന്നാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഉച്ചകോടി താൽക്കാലികമായി മാറ്റിവെച്ചത്? എബോള. അപ്പോൾ അടുത്ത 5 ക്വസ്റ്റ്യൻ നോക്കാം. എബോള എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ ആണ്? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗബാധയാണ്. അതിനെ തുടർന്ന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്ന ഏത് ഉച്ചകോടിയാണ് മാറ്റിവെച്ചത്? ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. തൊട്ട് മുന്നേയുള്ള ആൻസർ എന്തായിരുന്നു? ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? കേന്ദ്ര പ്രതിരോധ മന്ത്രി. അതാരാണ്? രാജ്നാഥ് സിംഗ്. അതിനു മുന്നേയുള്ള ആൻസർ സൈപ്രസ്. അതൊരു യൂറോപ്യൻ രാജ്യമാണ്. ഇന്ത്യ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി അടുത്തിടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പദവിയിലേക്ക് ഉയർത്തിയ യൂറോപ്യൻ രാജ്യമാണ് ഇത്, സൈപ്രസ് എന്ന് പറയുന്നത്. സൈപ്രസ്. മാർക്കോ റൂബിയോ. ആരാണ് മാർക്കോ റൂബിയോ? US-ന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഇന്ത്യയിലേക്ക് 4 ദിവസത്തേക്ക് തങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആരാണ്? മാർക്കോ റൂബിയോ. US-ന്റെ വിദേശകാര്യ സെക്രട്ടറി, പുതിയ വിദേശകാര്യ സെക്രട്ടറി. പിന്നീടുള്ളത് എന്താണ്? റോസ്ഗാർ മേള വഴി എത്ര ജനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ നിയമന ഉത്തരവ് നൽകിയത്? 51,000-ലധികം പേർക്ക്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ അണ്ടർ-23 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലുകൾ നേടി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഗുസ്തി താരങ്ങൾ ആരൊക്കെയാണ്? സൂരജ് വസിഷ്ഠും സാഗർ സിംഗും. സൂരജ് വസിഷ്ഠും സാഗർ സിംഗും. വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ അണ്ടർ-23 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലുകൾ നേടി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഗുസ്തി താരങ്ങൾ ആരൊക്കെയാണ്? സൂരജ് വസിഷ്ഠും സാഗർ സിംഗും. 12ാമത്തെ ക്വസ്റ്റ്യൻ. സെൻസസ് 2026-ന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏത്? പ്രഗതി, വികാസ്. പ്രഗതി വനിതാ എന്യൂമറേറ്ററെയും വികാസ് പുരുഷ എന്യൂമറേറ്ററെയുമാണ് സൂചിപ്പിക്കുന്നത്. സെൻസസ് 2026-ന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ പ്രഗതിയും വികാസും. പ്രഗതി വനിതാ എന്യൂമറേറ്ററെയും വികാസ് പുരുഷ എന്യൂമറേറ്ററെയുമാണ് സൂചിപ്പിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. 2025-26 സീസണിലെ സൗദി പ്രോ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏത്? 2025-26 സീസണിലെ സൗദി പ്രോ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏത്? അൽ നസർ. ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന അൽ നസർ ക്ലബ്ബാണ് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി പ്രോ ലീഗ് കിരീടം സ്വന്തമാക്കിയത്. ഏത് ക്ലബ്ബാണ്? അൽ നസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരെക്കുറിച്ച് അടുത്തിടെ പ്രകാശനം ചെയ്ത ദി ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ. ദി ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? PP സത്യൻ. ദി ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരെക്കുറിച്ചുള്ള പുസ്തകമാണ്. അത് എഴുതിയതാരാണ്? രചിച്ചതാരാണ്? PP സത്യൻ. PP സത്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ. 2026-ലെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ ഗോദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ. 2026-ലെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ ഗോദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3. അപ്പോൾ അടുത്ത 5 ക്വസ്റ്റ്യൻ വീഡിയോ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതാണ് ചന്ദ്രയാൻ 3. എന്താണ് അതിൻ്റെ പ്രത്യേകത? ചന്ദ്രയാൻ 3ക്ക് 2026-ലെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ ഗോദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണിത്, ചന്ദ്രയാൻ 3. അതിന് തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? PP സത്യൻ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരെക്കുറിച്ചുള്ള ദി ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? PP സത്യൻ. PN പണിക്കരെക്കുറിച്ച് ഏത് പുസ്തകമാണ്? ദി ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ രചിച്ചത് PP സത്യൻ. അതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2025-26 സീസണിലെ സൗദി പ്രോ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏതാണ്? അൽ നസർ. അൽ നസർ. ആരാണ് നയിക്കുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോ. എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൗദി പ്രോ ലീഗ് കിരീടം സ്വന്തമാക്കിയത്? 7 വർഷത്തെ. സൗദി പ്രോ ലീഗ് കിരീടം 2025-26 സീസണിൽ കിട്ടിയത് ഏത് ക്ലബിനാണ്? അൽ നസർ. നയിക്കുന്നത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. സെൻസസ് 2026-ന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതാണ്? പ്രഗതിയും വികാസും. പ്രഗതി വനിതാ എന്യൂമറേറ്ററെയും വികാസ് പുരുഷ എന്യൂമറേറ്ററെയുമാണ് സൂചിപ്പിക്കുന്നത്.
ദെൻ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും അവരെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? റെസ്ലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലുകൾ നേടി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഗുസ്തി താരങ്ങളാണ് ആരൊക്കെ? സൂരജ് വസിഷ്ഠും സാഗർ സിംഗും. 15 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡോക്ടർ രത്തൻ യു കേൽക്കറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യനും കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായ മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ രത്തൻ യു കേൽക്കർ. അദ്ദേഹം നേരത്തെ അലങ്കരിച്ചിരുന്ന പദവി എന്ന് പറയുന്നത് കേരള ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു. പിന്നീട് നമ്മളൊരു പദ്ധതിയാണ് പറഞ്ഞത്, ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കൾക്കിടയിലുമുള്ള ലഹരി മരുന്നിൻ്റെ ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന പുതിയ സംസ്ഥാനതല കർമ്മ പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ദെൻ 4-മത്തത് രമേശ് ചെന്നിത്തലയെക്കുറിച്ചായിരുന്നു. അദ്ദേഹം ആരായിട്ടാണ് നിയമിതനായത്? കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. ദെൻ സ്മാർട്ട് ബോർഡർ പ്രോജക്റ്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് സ്മാർട്ട് ബോർഡർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പദ്ധതിയാണ്? ഭാരതത്തിൻ്റെ സുരക്ഷാ പശ്ചാത്തലം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന പുതിയ പദ്ധതിയാണ് സ്മാർട്ട് ബോർഡർ പ്രോജക്റ്റ്. ദെൻ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത റോസ്ഗാർ മേള വഴി കേന്ദ്ര സർക്കാർ തൊഴിൽ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യുന്നത് എത്ര ഉദ്യോഗാർത്ഥികൾക്കാണ്? 51,000-ലധികം പേർക്ക്. ദെൻ US-ൻ്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? മാർക്കോ റൂബിയോ. ഇന്ത്യയുമായി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പദവിയിലേക്ക് ഉയർത്തിയ യൂറോപ്യൻ രാജ്യം സൈപ്രസ്. ദെൻ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഭാഗമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണശാല ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന രോഗം ഏതാണ്? എബോള. അതുമൂലം ഇന്ത്യ ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്ന ഏത് ഉച്ചകോടിയാണ് മാറ്റിവെച്ചത്? ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് മാറ്റിവെക്കേണ്ടി വന്നു. ദെൻ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലുകൾ നേടി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഗുസ്തി താരങ്ങളാണ് സൂരജ് വസിഷ്ഠും സാഗർ സിംഗും. സെൻസസ് 2026 ഔദ്യോഗിക ചിഹ്നങ്ങൾ പ്രഗതിയും വികാസും. 2025-26 സീസണിലെ സൗദി പ്രോ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് അൽ നസർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ പി എൻ പണിക്കരെ കുറിച്ച് അടുത്തിടെ പ്രകാശനം ചെയ്ത ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് PP സത്യൻ. 2026 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിൻ്റെ ഗോദാഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ചാന്ദ്രയാൻ 3. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും തലേ ദിവസത്തെ കറണ്ട് അഫയേഴ്സുകൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്സ് ആദ്യം അപ്ലോഡ് ചെയ്യും, ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതുപോലെ എല്ലാ ദിവസവും മോർണിംഗ് സെഷനായിട്ട് ലൈവ് ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.